അങ്ങനെ പുതിയ പ്രോജക്റ്റിന്റെ ഭാഗമായി ജാസ്മിൻ ദുബായിൽ എത്തിയിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇതിനെക്കുറിച്ച് ജാസ്മിൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇതിനെക്കുറിച്ച് ജാസ്മിൻ പങ്കുവച്ചിരിക്കുന്നത്. ക്യൂട്ട് ലുക്കിലാണ് ജാസ്മിൻ എത്താൻ പോകുന്നത്. അതിനുവേണ്ടി ജാസ്മിൻ മുടി കളർ ചെയ്യുകയും ഹെയർ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞ് 7 ദിവസത്തിന് ശേഷമാണ് ജാസ്മിൻ തന്റെ വിശേഷങ്ങളെല്ലാം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്നത്. ആ വീഡിയോക്ക് താഴെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തും വിമർശിച്ചുമുള്ള ഒരുപാട് കമന്റുകൾ വന്നിരുന്നു. ഏഷ്യാനെറ്റിൽ സ്റ്റാർ സിംഗർ സീസൺ 9മായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രോഗ്രാമിൽ ജിൻഡോക്കൊപ്പം ജാസ്മിനും പങ്കെടുത്തിരുന്നു. ബിഗ് ബോസിലെ സഹമത്സരാർത്ഥി അപ്സരയുടെ ബർത്ത്ഡേ ഫംഗ്ഷനും ജാസ്മിൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം റസ്മിനുമായിട്ടുള്ള യാത്രാ വീഡിയോസും താരം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ പോയി തിരിച്ചു വരുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള പല കാര്യങ്ങളും അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഏറ്റവും അധികം സൈബർ ബുള്ളിയിങ് അനുഭവിച്ചത് ജാസ്മിൻ ജാഫറാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ലെ ശക്തയായിട്ടുള്ളൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു ജാസ്മിൻ ജാഫർ. ഹൗസിലായിരുന്നപ്പോൾ പറയേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ എല്ലാവരോടും മുഖത്ത് നോക്കി പറയുന്ന ഒരു പ്രകൃതിയായിരുന്നു ജാസ്മിൻ ഉണ്ടായിരുന്നത്. ആരോടും പേഴ്സണൽ ഗ്രഡ്ജ് വെക്കാത്ത നല്ലൊരു സ്വഭാവക്കാരിയായിരുന്നു ജാസ്മിൻ എന്നാണ് ആരാധകർ പറയുന്നത്. പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.